ഹായ് ഫ്രണ്ട്സ്, മമ്മാൻ കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് മെയ് 2 നമ്മുടെ സാറാമ്മക്കുട്ടൻ്റെ ബർത്ത്ഡേ വന്നിരിക്കുകയാണ്. അപ്പം സാറാമ്മക്കുട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ പ്രമാണിച്ച് വളരെ ലളിതമായ രീതിയിൽ വീട്ടിനുള്ളിൽ നിൽക്കുന്ന ഒരാഘോഷമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. സാറാമ്മക്കുട്ടൻ്റെ 1ാം പിറന്നാളും പ്രമാണിച്ച് നമ്മൾ തീരുമാനിച്ചിരുന്നത് കുറച്ച് വിശുദ്ധ സ്ഥലങ്ങളൊക്കെ സാറാമ്മക്കുട്ടനെയും കൊണ്ട് പോകണമെന്നായിരുന്നു. ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു തീർത്തു. ബർത്ത്ഡേക്ക് മുന്നേ പോകണമെന്നായിരുന്നു, അതെല്ലാം ചെയ്തു തീർത്തു. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആണ്. കുറച്ച് വീടിനുള്ളിൽ നമ്മൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പം ഇച്ചിരി ഭക്ഷണങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോഴത്തേനും സാറാമ്മ വഴക്കുണ്ടാക്കാൻ വരുമ്പോൾ ഞാൻ ഓരോ തവി ഓരോ സ്പൂണൊക്കെ സാറാക്കുട്ടന് എടുത്തു കൊടുക്കുകയാണ്. കിച്ചണിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ട് വേണം എനിക്കൊന്ന് കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഇത് ഉണക്ക് കപ്പയാണ് തിളപ്പിച്ചിട്ടിരിക്കുക, അത് വേവിക്കാനുള്ളതാണ്. അപ്പോഴത്തേനും ചേച്ചിക്കുട്ടന്മാർ സാറാമ്മയ്ക്ക് വേണ്ടിയുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. ഈ ഡെക്കറേഷൻ ചെയ്യുന്ന ഐറ്റങ്ങളെല്ലാം നമ്മളൊരു പാക്കറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. 240 രൂപയ്ക്ക് ഒരു ബർത്ത്ഡേ ഡെക്കറേഷൻ പാക്കറ്റ് വാങ്ങിച്ചതാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്ന് ഉള്ള ഒരു അക്ഷരങ്ങളുണ്ട്, നല്ല വീർപ്പിച്ച് വെച്ചിരിക്കുന്നത് പോലത്തെ. പിന്നെ ഒരു 30ഓളം ബലൂൺസ് ഉണ്ട്. നഷ്ടമില്ല കേട്ടോ, നല്ലതാണ്, സെറ്റപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചേച്ചിമാരതെല്ലാം ചെയ്യുവാണ്. ആ കൂട്ടത്തിൽ സാറാക്കുട്ടൻ കൂടുന്നുണ്ട്. ബലൂണൊക്കെ ഇല്ലേ, കാണാനൊക്കെ നല്ല രസമായിട്ട് ആ കൂട്ടത്തിലും കൂടുന്നുണ്ട്. അപ്പോൾ ചേച്ചിമാർ ഡെക്കറേഷൻസൊക്കെ നടത്തുവാണ്. നമ്മൾ വൈകുന്നേരം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നത്. കാരണം ചേട്ടായി ഇവിടെ ഇല്ല, ഇന്ന് മാർക്കറ്റിൽ പോകേണ്ട ദിവസം, അതുകൊണ്ട് മാർക്കറ്റിൽ പോയേക്കുവാണ്. രാത്രി ആകുമ്പോഴേ വരത്തുള്ളൂ, എന്നിട്ടേ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കപ്പ വേവിച്ചു, പായസം ഉണ്ടാക്കി, ബീഫ് കറി വെച്ചു, പിന്നെന്താ അപ്പം ഉണ്ടാക്കി. അപ്പോഴത്തേനും കേക്ക് വന്നു കേട്ടോ. സാറാമ്മക്കുട്ടൻ്റെ ബർത്ത്ഡേ മാത്രമല്ല, ഞങ്ങളുടെ 15ാമത് വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയാണ്. അപ്പോൾ രണ്ടും കൂടെ ഒരു കേക്കിൻ്റെ അകത്തങ്ങ് കൊള്ളിച്ചു. അപ്പം ഒരു കേക്കിൽ അങ്ങ് രണ്ടും കൂടി തീർക്കാമല്ലോ. കേക്ക് ഒരുപാട് വാങ്ങിച്ചാലും നമ്മൾ തന്നെ കഴിക്കണ്ടേ, അതുകൊണ്ട് ഒരു കേക്കിൽ അങ്ങ് കൊള്ളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേക്കൊക്കെ വന്നു. ഇനിയിപ്പോൾ ചേട്ടായി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൈനാപ്പിൾ കൊണ്ടുവന്നു, കുറേ സ്വീറ്റ്സ് കൂടെ കൊണ്ടുവന്നു. അതെല്ലാം നമ്മൾ ടേബിളിൽ നിരത്തി വെച്ചു. ഭക്ഷണം എല്ലാം റെഡിയായി. ഇതൊക്കെ നേരത്തെ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ഇനി കേക്ക് കട്ട് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ സാറാക്കുട്ടൻ്റെ ബർത്ത്ഡേ കേക്ക് നമ്മളിവിടെ കട്ട് ചെയ്യാൻ പോവുകയാണ്. സാറാക്കുട്ടൻ്റെ ബർത്ത്ഡേ കേക്ക് മാത്രമല്ല, ഷിജുക്കുട്ടൻ്റെയും അനുക്കുട്ടൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക് കൂടിയാണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങൾ 3 പേരും കൂടി കട്ട് ചെയ്യുകയാണ്. സാറാക്കുട്ടൻ ആ ബർത്ത്ഡേയുടെ തൊപ്പി വെച്ചത് സാറാക്കുട്ടൻ അത്ര രസിച്ചില്ല, അതുകൊണ്ട് കരയുകയാണ്. എങ്കിലും നമ്മൾ വിട്ടില്ല, കേക്ക് അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് നമ്മുടെ ബർത്ത്ഡേ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ എനിക്കും ചേട്ടായിക്കും കുഞ്ഞുങ്ങൾ കുറച്ച് കാർഡൊക്കെ ഉണ്ടാക്കി തന്നു. വെഡ്ഡിങ് ആനിവേഴ്സറി കാർഡാണ്. അവരങ്ങനെയാണ് ബർത്ത്ഡേക്കും വെഡ്ഡിങ് ആനിവേഴ്സറിക്കൊക്കെ കാർഡ് ഉണ്ടാക്കി തരും. ഞാനിതിങ്ങനെ സൂക്ഷിച്ച് വെച്ച് ഇപ്പോൾ കുറേ ഉണ്ട് കേട്ടോ. നല്ല രസമല്ലേ, കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ നമുക്കിത് കാണിക്കാം. പിന്നെ പോരാത്തതിന് നമുക്കും ഇത് കാണാം. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പം സാറാമ്മക്കുട്ടൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ.